ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗാർഡൻ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാമോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഗാർഡൻ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ ഗാർഡൻ. ഇപ്പോൾ നമ്മൾ മെയിൻ്റെനൻസ് കുറവായ കാരണം നിറയെ പുല്ലും ചവറൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് പുല്ലൊക്കെ ഒന്ന് പറ്റാവുന്ന രീതിയിൽ പുല്ലൊക്കെ പറിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ പോയാലോ? ആയോ? അടിച്ചുവാരി കൂട്ടിയിട്ടുണ്ട്. ഇനി ചവറൊക്കെ നമുക്ക് അർബാനയിലേക്ക് മാറ്റിയിട്ട് അതോടെ നമുക്ക് കളയാം. ഏകദേശം ഒന്ന് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതെടുത്ത് അതിൻ്റെ ഉള്ളിക്കിടാം. ഇലയൊക്കെ നമ്മൾ പറക്കി കൂട്ടിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെ ഒരു സ്ഥലത്താണ് കൊണ്ട് കളയണത്. ഒരുപാട് ഇലകൾ ഉണ്ടായിരുന്നുണ്ട്. ഇത് എവിടെ നിന്ന് ഇങ്ങനെ ഇല വരണതെന്നാണ്. എന്താ പറയുക, ഇഷ്ടംപോലെ ഇല ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ എന്നും ഗാർഡനൊന്നും ക്ലീൻ ചെയ്യാറില്ല. ക്ലീൻ ചെയ്യാത്ത കാരണം തന്നെ ഇഷ്ടംപോലെ ഇലകളായിരുന്നു. അതൊക്കെ പറക്കി കൂട്ടി അർബാനയിലാക്കി ഞാൻ ഇപ്പോൾ പറമ്പിൽ ഒരു സ്ഥലത്ത് കൊണ്ട് കളയാണ്. അടുത്ത് ഞാൻ ചെയ്തത് പുല്ല് പറിക്കുകയാണ്. ഒരുപാട് പുല്ലുണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ചെടികളുടെ ഇടയിൽ. അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളയണമായിരുന്നു. എനിക്ക് പുല്ല് പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഒരുപാട് മുറ്റത്ത് ഇങ്ങനെ ഒരുപാട് പുല്ലുണ്ടാവും. എൻ്റെ വീട് ഒരു ചെറിയൊരു കാടിൻ്റെ ഉള്ളിലായിട്ടാണ് എൻ്റെ വീട്. അപ്പോൾ അവിടെയൊക്കെ ഏത് സമയത്തും പുല്ലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും പുല്ല് പറിക്കാൻ ഒരു ജോലി അതെനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുല്ല് പറിക്കാൻ. ഞാൻ പെട്ടെന്ന് പുല്ല് പറിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെറുപ്പം മുതലേ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് പുല്ലൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ പെട്ടെന്ന് പോണ പുല്ലായിരുന്നു. അതുകൊണ്ട് അത്രയ്ക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് പുല്ല് പറിക്കാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗന്ധരാജയാണ്. ഗന്ധരാജമ്മ ഒരുപാട് തേക്കിൻ്റെ ഇലകൾ അതിൻ്റെ ഉള്ളിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ പറക്കിയെടുത്തു. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കുട്ടിപ്പട്ടാളം വന്നിട്ടുണ്ടായിരുന്നു. അവന് നല്ല ഇഷ്ടമായി. കാരണം അവനിവിടുന്ന് ഉണ്ടായിരിക്കണ പൂ പറിക്കണു. എന്നിട്ട് അവിടെ ഒരു ചെറിയൊരു മീൻകുളമുണ്ട്. ആ മീൻകുളത്തിൽ കൊണ്ടിടുന്നു. അതായിരുന്നു അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക വിനോദം അതായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ഏട്ടനും കൂടി സഹായിക്കാൻ വന്നു. അപ്പോൾ ആൾ നമുക്ക് ഇങ്ങനെ ഞാൻ പുല്ല് പറിച്ച് അവിടെ കുറച്ച് ഇലച്ചെടികൾ നട്ടിട്ടുണ്ട്. അതാണിത്. അവിടെ ഈ ഇലച്ചെടികളൊക്കെ ഒന്ന് വെട്ടി ഒന്ന് എന്താ പറയുക ഒരേ ലെവലാക്കാനാണ് നമ്മൾ നോക്കിയത്. പക്ഷെ അങ്ങനെ ലെവലായിട്ടില്ല. എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. ചെടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലെവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ചും കൂടിയും നമുക്ക് അടിച്ചു വാരാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാൻ പുല്ലൊക്കെ പറിച്ച് നല്ല വൃത്തിയാക്കിയിട്ടാണ്. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് ഭയങ്കര ചെറുതാണ്, പറിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് അധികം സമയമില്ലാത്ത കാരണം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. നന്നായി പറിക്കാൻ എനിക്കറിയാം. സമയമില്ലാത്ത കാരണമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അങ്ങനെ അടിച്ചു വാരി അതിൻ്റെ വേസ്റ്റൊക്കെ അർബാനയിലാക്കിയിട്ട് നമ്മുടെ പറമ്പിൽ തന്നെയാണ് കൊണ്ട് കളയണത്. നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ പറമ്പിൽ ഒരു സ്ഥലം ഉണ്ടെന്ന് കളയാനായിട്ട്. അപ്പോൾ അവിടെ കൊണ്ട് കളയാണ്. അപ്പോൾ ഇങ്ങനത്തെ വേസ്റ്റുകളൊക്കെ നമ്മൾ അവിടെ കൊണ്ട് കളയുക. എന്നിട്ട് അതോടെ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ കത്തിച്ചിട്ട് ആ ചാരമാണ് നമ്മുടെ ജാതിക്കും നമ്മുടെ കൃഷിക്കൊക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തത്. നമ്മളിൽ ഉണ്ടായിട്ടുള്ള കുറേ ചെടിച്ചട്ടികളുണ്ട്. അതിൽ കുറേ ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളില്ലാത്ത ചെടിച്ചട്ടികളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് ചെടികളുള്ളത് മാത്രം ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഹെൽപ്പിങ്ങിനായിട്ട് എൻ്റെ മോനാണ് ഉള്ളത്. അംബ്രൂസാണ് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവനും പിടിക്കണമെന്ന് പറഞ്ഞിട്ട്
അപ്പോൾ അവനും ഹെൽപ്പിന് വിളിച്ച്. അപ്പോൾ അവനും ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ ഒപ്പം ഇതൊക്കെ കൊണ്ട് ചെടിച്ചട്ടികളൊക്കെ കൊണ്ട് ഞാനവിടെ ഇത് നമ്മുടെ അവിടെ സിറ്റ് ഔട്ടിൻ്റെ ഒരു ഭാഗമാണ്, അവിടെ നമ്മൾ കൊണ്ടെടുത്ത് വെച്ചു. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികളുള്ള ചെടിച്ചട്ടികളൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചു. കാണാവുന്ന രീതിയിൽ അത്യാവശ്യം കുറച്ച് നല്ല ഭംഗിയിലിരിക്കാനായിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ബാക്കിയുള്ള ചെടിച്ചട്ടികളിൽ നമുക്ക് എപ്പോഴും ചെടികൾ കൊണ്ട് നട്ട് അത് ആ ചെടികളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഗാർഡൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനതൊന്ന് ഓർഡർ ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഒരുപാട് ചെടികളൊന്നും ഇല്ല കേട്ടോ, അത്യാവശ്യം ഉള്ള ചെടികൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും, എനിക്കൊരു 3-4-5 ചട്ടികൾ മാത്രമേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചു. അപ്പോൾ ഗാർഡൻ ക്ലീനിങ് പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി ഒരുപാട് ചെയ്യാനുണ്ട്. നമുക്കിനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൂടിയും ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ വന്നു, അതുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. നമ്മുടെ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരു നൈറ്റ് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം കേട്ടോ.